തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്കൊരു കാർ പോർച്ച് ഉണ്ടെങ്കിൽ കടബാധ്യത ഉണ്ടാവും. നിങ്ങളുടെ വസ്തുവിന്റെ ഗേറ്റ് ഈ തെക്ക് പടിഞ്ഞാറാണെങ്കിൽ പ്രശ്നം ഉണ്ടാവും. ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു സെപ്റ്റിക് ടാങ്ക് ഉണ്ടെങ്കിൽ കടബാധ്യത ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നതും കൺസൾട്ടിങ്ങിന് വിളിക്കുന്നതായിട്ടുള്ള ഒരു പ്രധാന പ്രോബ്ലംസ് എന്ന് പറയുന്നത് കടമാണ്. കടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് പല രീതിയിലുള്ള കടങ്ങളാണ്. അത് ഒന്നുകിൽ അവർ ആലോചിക്കാതെയോ ചിന്തിക്കാതെയോ പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന കടങ്ങളാകാം, അല്ലെന്നുണ്ടെങ്കിൽ വീടിന്റെ വാസ്തു പ്രശ്നങ്ങൾ കൊണ്ടും കടബാധ്യതകൾ ഉണ്ടാകും, അതും വലിയ കടബാധ്യതകൾ. അപ്പം ഒരു വീട്ടിൽ കടബാധ്യതകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതിൽ വാസ്തുവിലും ഫെങ്ഷുയിലും കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീടിന്റെ റഫായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഞാൻ വരയ്ക്കാം. ഒരു വീടിനെ സ്ക്വയർ ആയിട്ട് എടുത്തു. അതിനെ ഞാൻ കറക്റ്റ് 9 ഡിവൈഡ് ചെയ്തു. 8 ദിക്ക്: സൗത്ത് തെക്ക്, നോർത്ത് വടക്ക്, വെസ്റ്റ് പടിഞ്ഞാറ്, ഈസ്റ്റ് കിഴക്ക്. ഇനി 4 മൂല: തെക്ക് പടിഞ്ഞാറ് സൗത്ത് വെസ്റ്റ്, വടക്ക് പടിഞ്ഞാറ് നോർത്ത് വെസ്റ്റ്, വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ്, തെക്ക് കിഴക്ക് അഗ്നികോണ്, ഒരു ബ്രഹ്മസ്ഥാനം. ഇങ്ങനെയാണ് ഏതൊരു വീടും ഇരിക്കുന്നത്. ഇതിൽ കടബാധ്യതയ്ക്ക് കാരണമായ വാസ്തു കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പുറത്തേക്കുള്ള ഒരു ഡോർ ഉണ്ടെങ്കിൽ കടബാധ്യത ഉണ്ടാവും. ഒരു കാര്യം. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്കൊരു കാർ പോർച്ച് ഉണ്ടെങ്കിൽ കടബാധ്യത ഉണ്ടാവും. നിങ്ങൾ വീട് പണിഞ്ഞപ്പോൾ വീടിന്റെ ഈ ഷേപ്പിൽ നിന്നും ഈ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടാവും. വീട്ടിൽ സമ്പത്ത് നിൽക്കില്ല. ഇനി നിങ്ങളുടെ വസ്തുവിന്റെ ഗേറ്റ് ഈ തെക്ക് പടിഞ്ഞാറാണെങ്കിൽ പ്രശ്നം ഉണ്ടാവും, കടബാധ്യത ഉണ്ടാവും. ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു സെപ്റ്റിക് ടാങ്ക് ഉണ്ടെങ്കിൽ കടബാധ്യത ഉണ്ടാവും. ഈ കാരണങ്ങളെല്ലാം വാസ്തു പ്രകാരമുള്ള കടബാധ്യതയ്ക്ക് കാരണമാണ്. ഇനി ഫെങ്ഷു പ്രകാരമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, തെക്ക് കിഴക്ക് ഫെങ്ഷു പ്രകാരം സമ്പത്തിന്റെ ദിക്കാണ്. ഇവിടെ നിങ്ങൾക്കൊരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ കടബാധ്യത ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്കൊരു സെപ്റ്റിക് ടാങ്ക് ഉണ്ടെങ്കിൽ കടബാധ്യത ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്കൊരു ബോർവെൽ ഉണ്ടെങ്കിൽ കടബാധ്യത ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്കൊരു കിണറുണ്ടെങ്കിൽ കടബാധ്യത ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്കൊരു വേസ്റ്റ് വാട്ടറിന്റെ കുഴി ഉണ്ടെങ്കിൽ കടബാധ്യത ഉണ്ടാവും. ഇതൊന്നുമല്ല, നിങ്ങൾ വീട് പണിഞ്ഞപ്പോൾ തെക്ക് കിഴക്കേ മൂല നിങ്ങൾക്കില്ല ആണ് നിങ്ങൾ പണിഞ്ഞിരിക്കുന്നത്, കടബാധ്യത ഉണ്ടാവും. തെക്ക് കിഴക്കേ മൂല നിങ്ങൾക്ക് ഇല്ലാതെയാണ് പണിഞ്ഞിരിക്കുന്നതെങ്കിൽ കടബാധ്യത ഉണ്ടാവും. ഇനി തെക്ക് കിഴക്ക് മൂല നിങ്ങൾക്ക് ഉണ്ട്, പക്ഷെ ഇതൊരു കാർ പോർച്ച് ആണെങ്കിലും കടബാധ്യത ഉണ്ടാകും. കാരണം ഇതിനെ മിസ്സിംഗ് ഏരിയയായിട്ടേ ഫംഗ്ഷനിൽ കണക്കാക്കത്തുള്ളൂ. അപ്പൊ കടബാധ്യതയ്ക്കുള്ള കാരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി ഇതൊന്നുമില്ലാത്ത വീട്ടിലും കടബാധ്യത ഉണ്ടാവുന്നുണ്ട്. അതിന് ചില കാരണങ്ങളും ഉണ്ട്. നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൽ ഒരു 5-2 എന്ന് പറയുന്ന കോമ്പിനേഷനിലാണ് നിങ്ങൾ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടാവും. നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂം ഒരു 7-9 കോമ്പിനേഷനിലാണെങ്കിലും നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടാവും. നിങ്ങളുടെ പ്രധാന വാതിൽ നിൽക്കുന്ന നക്ഷത്രം 2-5 ആണെങ്കിലും കടബാധ്യത ഉണ്ടാവും. നിങ്ങളുടെ പ്രധാന വാതിൽ നിൽക്കുന്ന നക്ഷത്രം 9-7 ആണെങ്കിലും കടബാധ്യത ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങളുടെ കടബാധ്യതയ്ക്കുള്ള കാരണം എന്നുള്ളത് കണ്ടുപിടിച്ച് ബക്കറ്റിന്റെ ചോർച്ചയുള്ള ഓട്ട അടയ്ക്കുക എന്ന് പറയുന്നത് പോലെ ആ ഓട്ട അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കടബാധ്യതയിൽ നിന്ന് അതിജീവിക്കാനും നിങ്ങൾക്ക് വെൽത്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരാനും ഫംഗ്ഷനിലൂടെ സാധിക്കുന്നതാണ്. അതിന് ആദ്യം നിങ്ങൾ നല്ലൊരു കൺസൾട്ടന്റിനെ കാണിച്ച് എന്താണ് നിങ്ങളുടെ റിയൽ പ്രോബ്ലം എന്ന് നിങ്ങൾ തിരിച്ചറിയുക. എന്നിട്ട് അതിന് സൊല്യൂഷൻ ചെയ്യുക. ഉറപ്പായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും. ഇനി സമ്പത്ത് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ചിലർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊന്നും വേണ്ട, എന്തെങ്കിലും ചെറിയ ടൂൾസ് വെക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ടൂൾസ് വെക്കാനായിട്ട് പറ്റും. സമ്പത്തിനെ ആകർഷിക്കുന്ന ടൂൾസുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു 3 ലെഗ്ഡ് ഫ്രോഗിനെ വാങ്ങിക്കുക. മെയിൻ ഡോറിനുള്ളിൽ നിന്നും വീട്ടിലേക്ക് നോക്കി ചുണ്ടിലൊരു കോയിൻസും കൂടെ വെച്ചു കൊടുത്തിട്ട് പ്രധാന വാതിലിന്റെ സമീപത്ത് വെക്കുക. എന്താണ് 3 ലെഗ്ഡ് ഫ്രോഗ്? അടുത്തത്, നിങ്ങളുടെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഇത്തരത്തിലൊരു ഡ്രാഗൺ ബുദ്ധിയെ വെക്കുക. എന്നിട്ട് വീട്ടിന്റെ ഉള്ളിലോട്ട് നോക്കി വെക്കുക. ഇതും നിങ്ങൾക്ക് സമ്പത്ത് കൊണ്ടുതരാം. ഇനി നിങ്ങളുടെ പേഴ്സിനകത്തോ മേശയ്ക്കകത്തോ ചൈനീസ് കോയിൻസ് സൂക്ഷിക്കുക. അതും നിങ്ങൾക്ക് വെൽത്തിനെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇത്തരത്തിൽ വാസ്തു പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിനെ റെമഡി ചെയ്യുക. അതിനോടൊപ്പം തന്നെ പ്രോസ്പെരിറ്റി ആയിട്ടുള്ള സിമ്പിൾസുകൾ ഫംഗ്ഷനിലുണ്ട്. അത് യഥാസ്ഥലത്ത് നിങ്ങൾ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വെൽത്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷനിലൂടെ സാധിക്കും.